ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. ഇന്ന് ഞങ്ങൾ ഒന്ന് വീക്കെൻഡിൽ പുറത്തൊക്കെ പോയതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ കൊച്ചിയിൽ ഇപ്പോൾ ഓണം ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ രണ്ട് എക്സിബിഷൻസ് നടക്കുന്നുണ്ട്. ഒന്ന് മറൈൻ എക്സ്പോയും പിന്നെ ഒന്ന് ഒരു ഗുണ കേവിൻ്റെയൊക്കെ ഒരു എക്സിബിഷൻ, ഒരു ഫെസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടിടത്തും പോകണമെന്നും പറഞ്ഞാൽ പോയത്. പക്ഷെ എൻ്റെ മോള് കുറച്ച് വയലൻ്റ് ആയത് കൊണ്ടിട്ട് ഞങ്ങൾ ഓണം ഫെസ്റ്റിൽ മാത്രമേ കയറിയുള്ളൂ. അവിടെ ഒരു ഗുണ കേവിൻ്റെയൊക്കെ എൻട്രൻസ് ആയിരുന്നു കേട്ടോ. കുഴപ്പമില്ല, കഴിഞ്ഞ വർഷത്തെ എക്സ്പോവിനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ എൻ്റെ കുറച്ച് വിഷ്വൽസും വീഡിയോസൊക്കെ ഞങ്ങളുടെ എക്സ്പീരിയൻസൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണം എക്സ്പോ 2024 ഔട്ട്ലുക്ക് വരുന്നത്. നന്നായിട്ട് തന്നെ പുറമേ എൻട്രൻസിൻ്റെ അവിടേക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത് 100 റുപ്പീസാണ് അഡൽട്ടിന്. അപ്പോൾ എൻട്രി ചെയ്തു. അവരൊരു കേവിൻ്റെ പോലെയൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ ലുക്കൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യലി ആണെങ്കിൽ പോലും കുറച്ച് ഫിനിഷിങ് അല്ലാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. ഇത് ജസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് കേട്ടോ. കണ്ടോ, സൈഡിലത്തെ ഷീറ്റും എല്ലാം എന്നെ കാണാമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. പിന്നെ ഇതുപോലെ ഈ വവ്വാലിനെയൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി നന്നായിട്ട് മെയ്ഡ് ചെയ്യാം. ആർട്ടിഫിഷ്യലി വവ്വാലിനെയൊക്കെ മെയ്ഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഓഡിയോസൊക്കെ ഇവിടെ ഭയങ്കര ബാസിലൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ഈ ഒരു കേവിൻ്റെ ഇത് ഇങ്ങനെ നടക്കാനേ ഉള്ളൂ. ഏകദേശം ഒരു 5 മിനിറ്റോളം നടന്ന് കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഒരു പോർഷനിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇതൊരു ജംഗിൾ ഫോറസ്റ്റ് ആണ്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ആനിമൽസിനെയും ബേർഡ്സിനെയൊക്കെ ഇങ്ങനെ മെയ്ഡ് ചെയ്തിട്ട് അതിൻ്റെ ആക്ച്വൽ സൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐറാമ ഇത് കണ്ടപ്പോൾ പേടിയായിട്ടോ. കാരണം ആക്ച്വൽ സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി പേടി തോന്നും. എന്നാലും നന്നായിട്ട് അതിൻ്റെ ഹാർഡ് വർക്കും നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ഒരു സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ബേർഡ്സിനെയൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു പോർഷൻ ആയിരുന്നു. അതെനിക്ക് ഒരു ഡ്രോബാക്കായിട്ട് തോന്നിയത്, ഈ ശരിക്കും നമ്മുടെ ട്രീസിൻ്റെയൊക്കെ ബ്രാഞ്ചസ് വന്ന് കൊത്തി വെച്ചിട്ട് അത് ഉണങ്ങിപ്പോയൊരവസ്ഥ കണ്ടായിരുന്നു അവിടെ. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആർട്ടിഫിഷ്യലായിട്ട് മെയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ ബേർഡ്സിനെയൊക്കെ വെച്ചെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഭംഗിയുണ്ടായിരുന്നേനെന്ന് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ അതുപോലെ ബേർഡ്സൊക്കെ ആണെങ്കിലും ഭയങ്കര ടയേർഡായിരുന്നു. ഇത്ര ആൾക്കാരൊക്കെ വന്നു പോകുന്നതുകൊണ്ടായിരിക്കും ഈ പ്രാവൊക്കെയാണ് ആകെ എനർജറ്റിക്കായിട്ട് നിന്നുള്ളൂ. പിന്നെ നമ്മുടെ സ്നേക്കിനെയൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ. 100 റുപ്പീസ് എന്തോ ആയിരുന്നു ഓരോ ആനിമൽസിനെയും എടുത്ത് ഫോട്ടോസ് എടുക്കാനായിട്ട്. പിന്നെ ഇതുപോലെ ബേർഡ്സിനെയൊക്കെ ഇതുപോലെ കൂട്ടിലാക്കിയതും പിന്നെ നമ്മുടെ അക്വേറിയത്തിൽ ഫിഷൊക്കെ നന്നായിരുന്നു. കഴിഞ്ഞ വർഷം ഇതുപോലെ ഈ ഒരു സെക്ഷനായിരുന്നു ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ എക്സ്പോ കുറച്ചുകൂടി നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുപോലെ തന്നെ കുട്ടി ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എനിക്ക് കുറച്ചുകൂടെ സാധാരണ എക്സിബിഷൻസിനേക്കാളും കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഹാൻഡ് ബാഗ്, അതിൻ്റെ വിഷ്വൽസ് ഞാൻ എടുത്തില്ല. പിന്നെ ഉള്ളത് ഇതുപോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആയിരുന്നു. അത് അഡൽട്ട്സിനും കിഡ്സിനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മഴയായത് കൊണ്ടിട്ട് എല്ലാത്തിലും കയറാൻ പറ്റിയില്ല, നനഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. ലാസ്റ്റ് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഐറാമയ്ക്ക് ഇതിൽ കയറിയപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഏജ് കറക്റ്റ് അല്ലായിരുന്നു, എന്നാലും ഗൈഡ് ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് നമ്മൾ ടെൻഷനില്ലാതെ കയറ്റി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പോയി വാച്ച് ചെയ്യുക കേട്ടോ.